അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوة الكرام أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونفخ في الصور ذلك يوم الوعيد وجاءت كل نفس معها سائق وشهيد لقد كنت في غفلة من هذا فكشفنا عنك غطاءك فبصرك اليوم حديد فقال قرينه هذا ما لدي عتيد ألقيا في جهنم كل كفار عنيد مناع للخير معتد مريب الذي جعل مع الله إلها آخر فألقياه في العذاب الشديد قال قرينه ربنا ما أطغيته ولكن كان في ضلال بعيد قال لا تختصموا لدي قد قدمت إليكم بالوعيد ما يبدل القول لدي وما أنا بظلام للعبيد يوم نقول لجهنم هل امتلأت وتقول هل من مزيد وأزلفت الجنة للمتقين غير بعيد هذا ما توعدون لكل أواب حفيظ من خشي الرحمن بالغيب وجاء بقلب منيب ادخلوها بسلام ذلك يوم الخلود. صدق الله العظيم. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. മനുഷ്യജീവിതത്തെ നിതാന്തമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കാനുള്ള ബൃഹത്തായ പല സംവിധാനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന് നിർദ്ദേശിക്കുന്ന സൂറത്തുൽ ഖാഫിലെ ചില ആയത്തുകളാണ് കഴിഞ്ഞ അങ്ങാഴ്ച നമ്മൾ തുടങ്ങി വെച്ചത്. അതിൻ്റെ ചില ഭാഗങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. ബാക്കി വരുന്ന ഭാഗമാണ് ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ കേൾപ്പിച്ചത്. എല്ലാം അറിയുന്ന, എല്ലാത്തിനും കഴിവുള്ള ഒരു സൃഷ്ടാവാണ് നമ്മളെ സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആ സംഭവത്തെക്കുറിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും അറിയാൻ കഴിവുള്ള ഒരു സൃഷ്ടാവാണ്. എന്നിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ച് കാര്യങ്ങളെ നിരീക്ഷിക്കാനുള്ള സംവിധാനം വേണമെന്നാണ്. അറിഞ്ഞതുകൊണ്ട് മാത്രം
അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകളെ പിടിച്ച് ശിക്ഷിക്കുന്നില്ല. ഓരോ സംഭവവും സംഗതികളും നടക്കുമ്പോൾ തെളിവുകൾ ശേഖരിക്കുകയും അത് രേഖപ്പെടുത്തുകയും എന്നിട്ട് ആ വ്യക്തിയെ, ബന്ധപ്പെട്ട വ്യക്തിയെ അത് കാണിച്ച് ബോധ്യപ്പെടുത്തുകയും താൻ തികച്ചും ധിക്കാരിയായ തെറ്റുകാരനാണ് എന്നവന് ബോധ്യപ്പെടുകയും ചെയ്തതിനു ശേഷം മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കൂ. ഇത് അല്ലാഹുവിൻ്റെ നീതിയുടെ താല്പര്യം. അതുകൊണ്ട് തന്നെ എല്ലാ സംഗതികളും നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്കറിയാം. നിരീക്ഷകരില്ലാത്ത ഒരു സംഗതിയും ജീവിതത്തിലില്ല. പലതരത്തിലുള്ള നിരീക്ഷകരെ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇപ്പോൾ വാച്ച്മാൻമാർ, ഒരു നിരീക്ഷകനാണ്. ഒരു കോമ്പൗണ്ടിൽ, ഒരു വീട്ടിൽ ഒരു വാച്ച്മാനെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ ആര് വരുന്നു, പോകുന്നു, കള്ളം കയറുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ പരീക്ഷിക്കാൻ, നോക്കാൻ. ആരെങ്കിലും അനധികൃതമായി കയറി വന്നാൽ തടയാനും ഒക്കെ ഉള്ളതാണ്. ഓഫീസുകളിൽ നിരീക്ഷകരുണ്ടാവും. നമ്മൾ ഇലക്ഷൻ്റെ നിരീക്ഷകരുണ്ട്. ഇലക്ഷൻ കമ്മീഷന് നിരീക്ഷകന്മാരുണ്ട്. കാരണം ഇലക്ഷന് ചില നടപടിക്രമങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ചില പെരുമാറ്റച്ചട്ടങ്ങൾ അനുസരിച്ച് വേണം ഓരോരുത്തരും ഇലക്ഷനെ നേരിടാൻ. ആ പെരുമാറ്റച്ചട്ടം ലംഘിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇലക്ഷന് നിരീക്ഷകർ ഏർപ്പെടുത്തും. പണ്ട് കാലത്ത് മനുഷ്യന്മാർ മാത്രം ചെയ്തിരുന്ന സംഗതിയിൽ ഇപ്പോൾ CCTV ക്യാമറയാണ്. ഇപ്പോൾ ക്യാമറ, ഒളിക്യാമറകളും അതുപോലെ തന്നെയുള്ള മറ്റു പല സംവിധാനങ്ങളുമായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഒരാളെ മുന്നിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പെന്നിൻ്റെ അറ്റത്ത് ഒരു ചെറിയ ഒരു പൊട്ട് മാത്രം മതി അയാളുടെ എല്ലാ വിവരങ്ങളും ശേഖരിക്കാൻ. ഒരു 1500 രൂപ കൊടുത്താൽ ചൈനയുടെ സാധനം ഇന്ന് അങ്ങാടിയിൽ വാങ്ങാൻ കിട്ടും. അത്ര അധികം ഡെവലപ്പ് ചെയ്തു. CCTV ക്യാമറ വെച്ചുകൊണ്ട് ഒരുപാട് കുറ്റങ്ങൾ ഇവിടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ബാങ്ക് കൊള്ളടിക്കുന്നതും കടയിൽ നിന്ന് സാധനം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതും. അപ്പോൾ അവിടെയൊക്കെ നിരീക്ഷണമാണ്. എല്ലാ സംഗതികളും നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. ആ നിരീക്ഷണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളിപ്പോൾ ഒരു സ്വർണ്ണക്കടയിൽ കയറി സ്വർണം ഒരുപാട് ഇങ്ങനെ എടുത്തു വെക്കുന്നതിനിടയിൽ ഒരു ചെറിയ സാധനമാണല്ലോ, കൈ കൊണ്ട് എടുത്തു കളയാം. അപ്പോൾ എടുത്താൽ ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ, ഞാൻ എടുത്തില്ല എന്ന് പറഞ്ഞാൽ ആ സീൻ അങ്ങോട്ട് കാണിച്ചെടുക്കാം. അപ്പോൾ മനുഷ്യൻ്റെ കണ്ണുകൾക്ക് കണ്ടെത്താനാവാത്ത മൈന്യൂട്ട് ആസ്പെക്ട്സ്, വളരെ ചെറിയ ചെറിയ സംഗതികൾ ക്യാമറ കണ്ണുകൾ കണ്ടെത്തുന്നുണ്ട്. റോഡിലെല്ലാം ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ, ഗൾഫിലൊക്കെ ഉണ്ട്. പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു നോട്ടീസ് വരും, നിങ്ങളിവിടെ ഹാജരാവണം, നിങ്ങൾ ഇന്ന ദിവസം ഇന്ന സമയത്ത് ട്രാഫിക് ലംഘനം നടത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ പോലീസ് കമ്മീഷൻ ഓഫീസുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് നിന്ന് പലർക്കും നോട്ടീസ് വന്നിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ഹെൽമറ്റ് ഇല്ലാതെ ഇന്ന ദിവസം യാത്ര ചെയ്തു, അത് നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേര് കേസ് ചാർജ് ചെയ്യും. അതെല്ലാം അംഗീകരിക്കുകയാണെങ്കിൽ പിന്നെ ഫൈൻ അടച്ചു പോകാവുന്ന. സംശയം ഉണ്ടെങ്കിൽ മുകളിലേക്ക് കയറി നോക്കാം. അവിടെ ചെന്നാൽ ഉടനെ കാണിച്ചു തരും കൃത്യമായിട്ട് ഇന്ന സ്ഥലത്തുകൂടി 1 മിനിറ്റോ 1.5 മിനിറ്റോ ഒക്കെ നീണ്ടു നിൽക്കുന്ന സീനായിരിക്കും. അപ്പോൾ ആ നിരീക്ഷണം എന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സദാചാരത്തിൻ്റെ അല്ലെങ്കിൽ സമാധാന ജീവിതത്തിൻ്റെ ഒരു അവസ്ഥ ഉറപ്പുവരുത്താനാണ്. മിക്കവാറും മനുഷ്യന് ഈ നിരീക്ഷണത്തെ അതിജയിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഈ മനുഷ്യ മനസ്സ് നല്ലതാണെങ്കിലും ചീത്ത സ്വഭാവമുണ്ട് എന്ന് നമുക്കറിയാം. ആദ്യത്തെ നിയമലംഘകൻ നമുക്കറിയാം, ഇബ്ലീസ. ഈ പ്രപഞ്ചത്തിലെ ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനെ ലംഘിച്ച വ്യക്തിത്വം ഇബ്ലീസ, ശൈത്താൻ, ശപിക്കപ്പെട്ടത് എന്ന് അല്ലാഹ് അതോടുകൂടിയാണ്. റജീം, ഇന്നക റജീം, ഫഖ്റുജ് ഇന്നക റജീം. അപ്പോൾ പിശാച് ആണ് നിയമം പാലിക്കാത്ത പാർട്ടി. നിയമം പാലിച്ചുകൊണ്ട് സദാചാരം നടപ്പാക്കിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് അല്ലാഹ് നിശ്ചയിച്ച അവസ്ഥ. അപ്പോൾ പിശാച് അതിന് തയ്യാറായിരുന്നില്ല. അതിന് കുറേ ന്യായങ്ങളും കാര്യങ്ങളൊക്കെ ഖുർആനിൽ ഒരുപാട് വിശദീകരിച്ച് പലയിടത്തും പറയുന്നുണ്ട്. വിഷയം അതല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. എന്തായിരുന്നാലും ഈ പിശാചിന് പ്രവർത്തിക്കാൻ മനുഷ്യ മനസ്സിലൊരു താവളമുണ്ട്. നഫ്സുൽ അമ്മാറത്തും ബിസ്സൂ. നഫ്സുൽ അമ്മാറത്തും ബിസ്സൂ എന്ന് പറഞ്ഞാൽ തിന്മയിലേക്ക് ചായവുള്ള. തിന്മ എന്ന് പറഞ്ഞാൽ അക്രമം, അതായത് ക്രമം തെറ്റിയത്. അതായത് ഒരു സമൂഹത്തിൻ്റെയോ വ്യക്തിയുടെയോ ജീവിതത്തിന് ചില ചട്ടവട്ടങ്ങൾ ആവശ്യമാണ്. ആ ചട്ടവട്ടങ്ങൾ തെറ്റിക്കുമ്പോൾ അതിൽ ക്രമം തെറ്റിയ അക്രമകരമായ സമീപനമുണ്ടാകും. അതിന് ശിക്ഷ ഏർപ്പെടുത്തിയാൽ മനുഷ്യന് പേടിയുണ്ടാവും, ശിക്ഷിക്കുമെന്നുള്ളത്. ജനങ്ങൾ അറിയുന്നത് ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാവും, അധികൃതർ അറിയുന്നത് ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാവും. ഇവിടെയൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്.
ഇതിൻ്റെയൊക്കെ അപ്പുറം മനുഷ്യനെ യഥാർത്ഥത്തിൽ സദാചാര ബോധത്തിൽ പിടിച്ചു നിർത്തുകയും അവനെ ധാർമ്മിക സദാചാര മൂല്യങ്ങൾ ഉറച്ചു നിന്ന് ജീവിക്കാൻ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന അതിശക്തമായ ഒരു സംഗതിയാണ് ഈമാൻ, വിശ്വാസം. ആ വിശ്വാസത്തിൽ ഈ നിരീക്ഷകനെ സംബന്ധിച്ച ഒരു ബോധം വേണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ക്യാമറ കണ്ണുകൾക്ക് മനുഷ്യന്റെ പ്രവൃത്തിയെ ഒപ്പിയെടുക്കാൻ പറ്റും. മാറ്റർ ഉണ്ടെങ്കിലേ, നിഴലുണ്ടെങ്കിലേ ക്യാമറയ്ക്ക് പിടിക്കാൻ പറ്റും. നിഴലുണ്ടെങ്കിലേ ക്യാമറയ്ക്ക് പിടിക്കാൻ പറ്റും. നിഴലില്ലാത്ത ഒന്നും ക്യാമറയ്ക്ക് പിടിക്കാൻ പറ്റില്ല. മാറ്റർ ഇല്ലെങ്കിൽ ക്യാമറയ്ക്ക് പിടിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഊർജത്തിൻ്റെ പ്രവാഹത്തെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ചില ക്യാമറകളെ സംബന്ധിച്ച് ആധുനിക ശാസ്ത്ര ഗവേഷണ പഠനങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഒരു സക്സസ്ഫുള്ളായിട്ട് പൂർണ്ണമായിട്ട് വിജയിച്ചിട്ടില്ല എന്നുള്ള ഒരു മനുഷ്യ മനസ്സിൻ്റെ വികാരം എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു ക്യാമറയ്ക്ക് ഒപ്പിയെടുക്കാൻ കഴിയുക. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ സംവിധാനിച്ച സംവിധാനത്തിൽ ക്യാമറ കണ്ണുകളൊന്നും ഒപ്പിയെടുക്കാത്ത അതിനിഗൂഢമായ മനുഷ്യ മനസ്സിൻ്റെ ഉള്ളിലെ ഉദ്ദേശം ഒപ്പിയെടുത്തിട്ട് അതിന് നിയമ നടപടികൾ സ്വീകരിക്കും എന്നുള്ളത്. ഉദാഹരണം ഞാൻ പറയണ്ടായി. നാട്ടിലെ വലിയ കാക്കക്കാരണവന്മാരെടുത്ത് അള്ളാഹുവിൻ്റെ റസൂല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഅ്സൂമായ പ്രവാചകൻ, തെറ്റൊന്നും ചെയ്യാത്ത പ്രവാചകൻ, മഹോന്നതനാണ്, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉന്നതമായ വ്യക്തി. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, അള്ളാഹു കൊടുത്ത ഒരു സർട്ടിഫിക്കറ്റാണ്. നീയാണ് ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിൻ്റെ മാതൃക എന്ന് അള്ളാഹ് സർട്ടിഫൈ ചെയ്ത് പറഞ്ഞ ഒരു പേഴ്സണാലിറ്റി, ഒരു വ്യക്തിത്വം. ആ വ്യക്തിത്വം ഒരു വിഷയം കൈകാര്യം ചെയ്യാണ്. 5-6 ആളുകളെടുത്ത് നാട്ടിലെ കാരണവന്മാർ എല്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിന് മെച്ചമുണ്ടാവും എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ധനായ ഒരാളിങ്ങനെ കടന്നു വരുന്നു. ആ കടന്നു വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലുണ്ടായ ആന്തോളനങ്ങൾ, എന്തിനാണ് ഈ മനുഷ്യൻ ഇപ്പം ഇവിടെ കടന്നു വന്നത്? ഈ നാട്ടിലെ ഒരുപാട് വലിയവന്മാരുമായിട്ട് ഞാൻ സംസാരിക്കുകയാണ്, ആ ചാൻസ് നഷ്ടപ്പെടുത്താനാണല്ലോ വന്ന് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, നിങ്ങൾക്ക് അള്ളാഹ് പഠിപ്പിച്ചതെന്ന് എനിക്കും ഒന്ന് പഠിപ്പിച്ചു തരീന്നും പറഞ്ഞാൽ വന്നത്. അപ്പോൾ ഒന്നാമത് അന്ധനാണ്. ഒരു അന്ധനെ സംബന്ധിച്ചിടത്തോളം വസ്ത്രം പലപ്പോഴും മുഷിഞ്ഞായിരിക്കും. കാര്യം അവനത് അതിൻ്റെ നീറ്റ്നെസ് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് മുഷിഞ്ഞാൽ അവൻ അറിയില്ല. അപ്പോൾ അന്ധൻ്റെ വേഷത്തിലും അന്ധൻ്റെ നോട്ടത്തിലും അന്ധൻ്റെ നടപ്പിലുമൊക്കെ അബ്നോർമാലിറ്റി ഉണ്ടാവും. ഒരു ഫസ്റ്റ് ക്ലാസ് ജെന്റിൽമാൻ വരും പോലെ അല്ല അന്ധം വരിക എന്നുള്ളത്. അപ്പോൾ ആ വരവ് പ്രവാചകന് മനസ്സിൽ ഒരു ചെറിയ ചലനം സൃഷ്ടിച്ചു. ആ ചലനം ആ ഹൃദയത്തിലുണ്ടായ അതായത് ആദ്യം ഒരു വികാരം ഉണ്ടാകും, പിന്നെ വിചാരവും, പിന്നെ ചിന്തയും, പിന്നെ ഭാഷയോ ആശയമോ, പിന്നെ പ്രവൃത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മെല്ലെ മുഖം തിരിച്ചു. മുഖം ചുളിച്ചു എന്ന് പറയുന്നവരുണ്ട്, മുഖം തിരിച്ചു എന്ന് പറയുന്നുണ്ട്. അത് മഹാനായ രക്ഷിതാവിൻ്റെ അതിബൃഹത്തായ ക്യാമറ ഒപ്പിയെടുത്തു. അതായത് അവിടെ ഉണ്ടായ ആ വികാരത്തിൻ്റെ ബഹിർസ്ഫുരണം അവിടെ പ്രകടമായി എന്ന് അള്ളാഹ് പ്രവാചകനെയും നമ്മളെ അറിയിക്കുന്നു. ഇത്ര ഭയങ്കരമാണ് സംഭവം, ആഴത്തിലാണ് വിഷയം. ഈ ഹൃദയത്തിൽ ഒരു സാധുവായ മനുഷ്യൻ, നാട്ടിലെ കാരണവന്മാരോ വലിയ ആളുകൾ, നിനക്കെന്തോ രണ്ട് തമ്മിൽ താരതമ്യം മറ്റവന് മഹത്വം, ഇവന് ഇതും കൽപ്പിന്. അവനാണെങ്കിലോ നീ പറഞ്ഞിട്ട് ധിക്കാര മനോഭാവത്തോട് സത്യത്തിനെതിരെ തിരിഞ്ഞു നിൽക്കുന്ന വലിയ കാരണവർ. അവനെന്താ ബഹുമാനം, നാട്ടിൽ പണമുണ്ട്, പ്രതാപമുണ്ട്, ഐശ്വര്യമുണ്ട്, അവന് തൻ്റെ ഇടമുണ്ട്, ശക്തിയുണ്ട്. ഇവനോ പാവം, നിസ്സഹായം, കഴിവില്ലാത്തവൻ, കണ്ണുപോലും കണ്ടുകൂട. പക്ഷെ അവൻ്റെ ഹൃദയം ശുദ്ധമാണ്. അവൻ പറയുന്നത്, നിങ്ങൾക്കല്ല പഠിപ്പിച്ചു തന്നത് എനിക്കൊന്ന് പഠിപ്പിച്ചു എന്ന് പറഞ്ഞ ഖൽബുൻ സലീം. മറ്റവനെ സംബന്ധിച്ചിടത്തോളം കഫാരിൻ അനീസ്, ധാഷ്ട്യക്കാരനായ നിഷേധി. മറ്റത് ഖൽബുൻ സലീം, വളരെ വിനയാന്വിതനായ വളരെ സിൻസിയറായ ഹാർട്ടോടുകൂടി, ഹൃദയത്തോടുകൂടി പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരു ഹൃദയത്തോടുകൂടി കടന്നു വരികയാണ്. അപ്പോൾ ഇതിനെല്ലാത്തിനെയും ലോകത്തിന് മുഴുവനും മാതൃകയായ മഹാനായ പ്രവാചകൻ ഇവിടെ ആ സീനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അവിടെ ഉണ്ടാകുന്ന ഒരു ചെറിയ വികാരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒപ്പിയെടുത്ത് അതിൻ്റെ പ്രതിഫലനം എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഴക്ക് പറയുന്നത് ഖിയാമത്ത് നാൾ വരെ നമ്മളെല്ലാവരും ഓതണം. അള്ളാഹുവിൻ്റെ റസൂൽ അത് ഒരുപാട് പ്രാവശ്യം പാരായണം ചെയ്തിട്ടുണ്ട്. ആ പാരായണം ചെയ്യുമ്പോഴൊക്കെ പ്രവാചകന്റെ കൈകാലുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേക അവസ്ഥ ഭയങ്കരമാണ്. ഈ മനുഷ്യനെ കാണുമ്പോൾ പ്രവാചകൻ പറയും, വരൂ വരൂ, സ്വാഗതം, അള്ളാഹിൽ നിന്ന് എനിക്ക് വഴക്ക് വാങ്ങിക്കുന്ന ആളാണ് എന്ന് തമാശയ്ക്ക് പറയുമായിരുന്നു എന്ന ഹദീസ്. ഞാൻ ഈ വിഷയം പറഞ്ഞത്, അതായത് മനുഷ്യരുടെ എല്ലാ നിരീക്ഷണങ്ങൾക്കും അപ്പുറത്തുള്ള നിതാന്തമായ ഒരു നിരീക്ഷകൻ,
ആ നിരീക്ഷകൻ മനുഷ്യന്റെ കൂടെ ഉണ്ട്. ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹ ഹാഫിദ്. അതായത് എല്ലാ മനുഷ്യന്മാരുടെ മുകളിലും, എല്ലാ നഫ്സിന്റെ മുകളിലും, നഫ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ മനുഷ്യൻ മാത്രമല്ല, എല്ലാ ആറ്റത്തിന്റെ മുകളിലും ഉണ്ടാവും എന്നാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. ഒരു ഹാഫിദ് ഉണ്ടാവും, ഒരു സൂക്ഷ്മത നിരീക്ഷകനുണ്ടാവും, ഒരു സൂക്ഷിക്കുന്നവരുണ്ടാവും. ഇവിടെ മനുഷ്യനെ സംബന്ധിച്ച് വ്യക്തമായി പറഞ്ഞു, ഇടതുഭാഗത്തും വലതുഭാഗത്തും അതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവരറിയാതെ, അവർ മലക്കുകൾ എന്നുള്ള നിലയ്ക്കാണ് പറഞ്ഞത്, അവരറിയാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, ഓരോ വിഷയത്തിൽ നിങ്ങൾ എന്ത് ആലോചിക്കുന്നു, എന്താണ് നമ്മുടെ മനോഭാവം, അത് സത്യസന്ധമാണോ ആത്മാർത്ഥമാണോ, കാപട്യമുള്ളതാണോ ചതിയാണോ വഞ്ചനയാണോ. ഒരാളോട് നമുക്ക് എന്തും പറഞ്ഞ് അയാളെ പറ്റിക്കാം. നല്ല വാക്ചാതുര്യമുള്ളവർ സംസാരിക്കുന്നതിന് ഒരാൾ ഒരു 500 രൂപ കടം ചോദിച്ചു. അപ്പോൾ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞ് അവസാനം അയാൾ ഇങ്ങോട്ട് കടം തരേണ്ട ഒരു അവസ്ഥയിൽ വർത്താനം പറഞ്ഞ് നമുക്ക് ക്ലിയർ ആക്കാം. എന്നാൽ വേണ്ടട്ടോ എന്ന് പറഞ്ഞ് പോവുകയും ചെയ്യാം. 500 രൂപ കൊടുക്കാതിരിക്കുന്നതിന് അള്ളാഹ് തന്ന വാക്സാമർഥ്യം നമ്മളത് പ്രയോജനപ്പെടുത്തും. ഒരു മോശമായ ഒരു സംഗതി അങ്ങാടിയിൽ വെച്ചിട്ട് അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയാം. യാതൊരു ഉപയോഗമില്ലാത്ത ഒരുപാട് മരുന്നുകളും അതുപോലെ തന്നെ പഴകിയ വസ്ത്രങ്ങളും ഒക്കെ അങ്ങാടിയിൽ വെക്കുന്നുണ്ട്. ആ വിൽക്കുന്ന സ്ഥലത്ത് ചെന്ന് നോക്കിയാൽ നമുക്കറിയാം, അവിടെ നല്ല വാക്ചാതുര്യമുള്ള ആൾ. ചിലർ കൊടയൊക്കെ വെച്ച് മൈക്കൊക്കെ വെച്ചിട്ട് വളരെ ഗംഭീരമായിട്ട് പറയും, അസത്യം വിളിച്ചോതിയിട്ട് ആളുകളെ പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ചരക്ക് വെക്കുന്ന അങ്ങാടിയിലുള്ള ആളുകൾ നല്ല ചീഞ്ഞ മീൻ 3 മോളിൽ കുറച്ച് മീനിട്ട് റെഡിയാക്കിയിട്ട് ഇപ്പം കണ്ടില്ലേ പെട്ടക്ഷണ മീനാണെന്ന് പറയും. അത് വാങ്ങിക്കൊണ്ട് പോകുന്ന ആളുകൾ മഹാ ചീഞ്ഞ മീനായിരിക്കും. കാരണം അവൻ്റെ വാക്ചാതുര്യത്തിൽ ചെല്ലുന്നവൻ വീണുപോകും. അവൻ വിചാരിക്കുന്നത് ഇന്നത്തെ സാധനം മുഴുവൻ ഞാൻ വിറ്റ് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ അവിടെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് യവൻ ഈ മനുഷ്യനെ പറ്റിക്കുകയാണ് എന്നുള്ളത്. ഈ ബോധമുള്ള ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉണ്ടാക്കുന്ന ഈ പൈസ എനിക്ക് പ്രയോജനപ്പെടില്ല എന്ന് ബോധ്യം. ഇവിടെ പോലീസുകാരന്റെ നിരീക്ഷണമോ അല്ലെങ്കിൽ കോടതികളുടെ നിരീക്ഷണമോ അല്ലെങ്കിൽ ജയിൽ വാർഡന്റെ നിരീക്ഷണമോ അല്ലെങ്കിൽ കൽത്തുറുങ്കിൽ അടച്ചോ അല്ല മനുഷ്യന് സദാചാര ബോധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കൊണ്ടുവന്നത്. നിതാന്തമായ നിരീക്ഷകൻ, അതിൻ്റെ മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൂപ്പർവിഷൻ ഇതെല്ലാം ഉണ്ട് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് ഓരോരുത്തരും അള്ളാഹുവിനെ പറ്റിച്ചുകൊണ്ട് എന്തെങ്കിലും നേടിക്കളയാം എന്ന് വിചാരിക്കണ്ട. വർത്തമാനത്തിലായാലും സമ്പാദ്യത്തിലായിരുന്നാലും വിവാഹ വിഷയത്തിലായിരുന്നാലും ഈ മറച്ചു വെച്ചുകൊണ്ട്, യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് മനുഷ്യന്മാർ പലപ്പോഴും പലതും ജീവിതത്തിൽ നേടാറുണ്ട്. അഫിഡവിറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വരുമാന സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുമ്പോൾ വലിയ വരുമാനക്കാർ, അവൻ സർക്കാർ ഉദ്യോഗസ്ഥനല്ലെങ്കിൽ, കാരണം ഈ ക്രീമി ലെയറോ നോൺ ക്രീമി ലെയറോ ഒക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം 4 ലക്ഷം 4 ലക്ഷമുള്ളവൻ, അതായത് സർക്കാർ ഉദ്യോഗസ്ഥനായ ഞാൻ പലപ്പോഴും ഇത് അനുഭവിക്കുന്നത് കണ്ടിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥനായ ഒരു സാധു മനുഷ്യൻ, അവന് 4 ലക്ഷത്തിന് മുകളിലുള്ള ഒരു സ്കോളർഷിപ്പോ ഒന്നും കിട്ടില്ല. അതേസമയം കോടിക്കണക്കിന് ടേൺ ഓവറുള്ള ബിസിനസ്സുകാരൻ്റെ മകൻ ഇങ്ങനെ സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റുമായിട്ട് വന്നിരും. കാരണം അവന് ഇതിൻ്റെ താഴെയാണ് എന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കും. അതിന് സ്കോളർഷിപ്പോ അതുപോലെയുള്ള സംഗതികളോ ഒക്കെ വാങ്ങിയെടുക്കാൻ വേണ്ടി ദൈനംദിന വിദ്യാഭ്യാസവും സ്കോളർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, കൗൺസിലായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന്. അതിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്ന മനുഷ്യ മനസ്സിൻ്റെ വികാരത്തെ സംബന്ധിച്ച്, ചിന്താഗതിയെ സംബന്ധിച്ച്, താല്പര്യത്തെ സംബന്ധിച്ചൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി അറിയുന്നു എന്നുള്ളതാണ്. ഈ വിഷയം പോലെ ലേശം നീട്ടിപ്പറഞ്ഞാൽ എല്ലാ മതപണ്ഡിതന്മാരും കുടുങ്ങി പോകുന്നുള്ളതാണ്. കാരണം ഒരു മതപണ്ഡിതൻ, ഒരു വിഭാഗത്തിലെ മതപണ്ഡിതൻ മറ്റവനെ ചീത്ത പറയുമ്പോൾ, മറ്റവനെ ഇടിച്ചു താഴ്ത്തുമ്പോൾ, കള്ള ഡോക്യുമെന്റ്സ് ഹാജരാക്കി വഴിയോരങ്ങളിൽ ക്ലിപ്പിംഗ്സ് വെച്ചുകൊണ്ട് പ്രസംഗം നടത്തുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. യഥാർത്ഥത്തിൽ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന ആളുകൾ, അത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരും ദീനിൽ പ്രവർത്തിക്കുന്നവരും പൊതു സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവരുമായ ആളുകളൊക്കെ ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി അവർ ഉള്ളിൽ മനസ്സിലാക്കിയ സംഗതി, എൻ്റെ അറിവിലും വിശ്വാസത്തിലും പെട്ടിടത്തോളം മേൽപ്പറഞ്ഞ പ്രസ്താവന ശരിയാണെന്ന് ഞാൻ ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് ഒപ്പിട്ട് കൊടുക്കാൻ എളുപ്പമാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത് അത് ബോധിപ്പിക്കാൻ നിനക്ക് സാധ്യമാവുകയില്ല എന്നൊരു യാഥാർത്ഥ്യം നിനക്ക് ബോധ്യമുണ്ടാവണം. ആ ബോധത്തിലാണ് സത്യവിശ്വാസം കൂടിക്കൊള്ളുന്നത്. നിസ്കരിക്കാൻ എളുപ്പമാണ്, നോമ്പ് പിടിക്കാനും എളുപ്പമാണ്, അതുപോലെ തന്നെ കുറച്ച് സക്കാത്ത് കൊടുക്കാനും പ്രശ്നമില്ല. പക്ഷെ സത്യസന്ധത പുലർത്തുക എന്നത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആ സത്യസന്ധതയ്ക്ക് അനുസരിച്ചാണ് അവൻ്റെ ഈമാനിൻ്റെ ആഴം നിൽക്കുന്നത്. ആളെ എന്തും പറഞ്ഞ് പറ്റിക്കാം, പക്ഷെ അള്ളാഹുവിനെ പറഞ്ഞ് പറ്റിക്കാൻ പറ്റില്ല. ഇതെല്ലാം ഇവിടെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതൊക്കെ മാന്യരായ എഴുത്തുകാർ അറിയുന്നുണ്ട് എന്ന് നിനക്ക് മനസ്സിലാവും. എന്നിട്ട് അതിൻ്റെ അടുത്ത സ്റ്റേജിനെ കുറിച്ച് പറയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ
സമയം കഴിയുമ്പോൾ വനുഫിഖ ഫിസ്സൂർ ദാലിക യൗമുൽ വഈദ്, എല്ലാത്തിനെയും കണക്കുവെക്കുന്ന ആ വാഗ്ദാനത്തിന്റെ ദിവസം കാഹളത്തിൽ ഊതപ്പെടും. കാഹളത്തിൽ ഊതും എന്ന് പറഞ്ഞാൽ അന്ന് ജനങ്ങൾക്ക് പരിചയമുള്ള ഒരു പ്രാക്ടീസിനെ കുറിച്ച് പറഞ്ഞാൽ തീയിട്ട് ആളെ കൂട്ടുക. തീയിട്ട് കഴിഞ്ഞാൽ അവിടെ ജനമുണ്ടെന്ന് അറിഞ്ഞിട്ട് അവിടെ സദ്യ ഉണ്ട് അല്ലെങ്കിൽ ആളുണ്ടെന്നൊക്കെ അറിഞ്ഞിട്ട് മരുഭൂമിയിൽ ആളെ കൂടും. അതുപോലെ തന്നെ സംഗതി ബ്യൂഗിള് അടിച്ചിട്ട് ഊതിയിട്ട് ശബ്ദം ഉണ്ടാക്കിയിട്ട്, അതായത് പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനം ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അതിനെയുമായി ബന്ധപ്പെടുത്തിയിട്ട് വനുഫിഖ ഫിസ്സൂർ, കാഹളത്തിന്റെ ഊത്. അത് വെറും ഒരു ഊത്തല്ല, ഒരു സജ്ർ വാഹിദ, സ്വൈഹ വാഹിദ എന്ന്. അതൊരു വലിയ സ്ഫോടനമാണ്, ഒരു എനർജി എക്സ്പ്ലോഷനാണ്, ഭയങ്കരമായ ഒരു മഹാവിസ്ഫോടനമാണ് അതിലൂടെ ഉണ്ടാകുക എന്ന്. വാഖിഅ ഒരു മഹാസംഭവമായിരിക്കും. നബ് അതൊരു വൃത്താന്തമായിരിക്കും. സിൽസാല് അതൊരു കുടുക്കമായിരിക്കും. ഇൻഫിത്താർ അതൊരു പൊട്ടിപ്പിളരായിരിക്കും. ഇൻഷിഖാഖ് അത് ചിതറിപ്പോകലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് വിശദീകരിച്ചിട്ടുള്ള, സൂറത്തുകളുടെ പേര് തന്നെ കൊടുത്ത് വിശദീകരിച്ചിട്ടുള്ള ഒരു വലിയ സംഭവം, ഈ പ്രപഞ്ച ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവമാണ് വനുഫിഖ ഫിസ്സൂർ ദാലിക യൗമുൽ വഈദ്. അതാണ് വാഗ്ദാനം ചെയ്ത ദിവസം എന്നാണ്. വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖും വശഹീദ്. എന്നിട്ട് അല്ലാഹു തആലയുടെ ഒരു ഓർഡർ വരിക, എഴുന്നേറ്റ് വരുവിടൂ എന്ന് പറയും. എല്ലാവരും കബറിടങ്ങളിലാണ്. അപ്പോൾ നാട്ടി നിർത്തിയ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നത് വരെ എല്ലാത്തിനും അണിയണിയായി ഇങ്ങനെ നിരത്താൻ പോവാണ്. എഴുന്നേറ്റ് വരിക. അതായത് കുല്ലുഹും ഇലാ റബ്ബിഹിം യൻസിലൂൻ ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ. അവിടെ എല്ലാവരും ഇങ്ങനെ ഹാജരാവാൻ വരികയാണെന്നറിയാം. അപ്പോൾ എല്ലാവർക്കും കൂടെ ഒന്നിച്ച് നിൽക്കാനും പറ്റൂല. അവിടെയൊക്കെ എല്ലാത്തിനും സിസ്റ്റം ഉണ്ട്. യാതൊരു സ്വാതന്ത്ര്യവും മനുഷ്യണ്ടാവില്ല. ഈ സ്വിച്ച് ഇട്ടണക്കാണ്, കമ്പ്യൂട്ടറിൽ നമ്മൾ ഓർഡർ കൊടുത്തണക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഊതു എന്ന് പറയുമ്പോൾ ഇസ്രാഫീലുണ്ട് ഊതും. ഊതി കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഖബറൊക്കെ ഇങ്ങനെ ഒരു മഴ പെയ്തു എന്നെല്ലാം കിളിത്ത് ഇങ്ങനെ വരും. എന്നിട്ട് വരുമ്പോൾ ഇതിങ്ങനെ പായാണ് മനുഷ്യന്മാർ. ഒരു വല്ലാത്ത സീനാണത്. പിന്നെ പായ് വരുമ്പോൾ പാഞ്ഞിങ്ങനെ വരുമ്പോൾ വലിയ മഹ്ശറ, അതായത് വലിയ ഒരു മൈതാനമാണ് അവിടെ ഉണ്ടാകുക. വളരെ പ്രവിശാലമായ മൈതാനം. അപ്പോൾ അവിടെ വംശാലത്തിൽ എല്ലാവരും കൂടെ അങ്ങ് പോകും. ഇവിടെ നല്ല മനുഷ്യന്മാരും ചീത്തയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പാഞ്ഞങ്ങോട്ട് പോകുമ്പോൾ അവിടെയും ഉണ്ടാവും സിസ്റ്റം. അവിടെ നിന്നിട്ട് ഓരോ റിജക്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈവൻ ഒരു കോട്ടടിച്ച് ആ കോട്ട് എല്ലാ സ്റ്റിച്ചിങ് റെഡിയാണെന്നൊക്കെ കമ്പ്യൂട്ടറിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ റിജക്ട് ചെയ്യും. ചിലത് ഒരു ചെറിയ കൈ അല്ലെങ്കിൽ കോളറിന്റെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ റിജക്ട് ചെയ്യും. അതാണ് നമ്മൾ സെയിൽ എന്ന് പറഞ്ഞിട്ട് ഗൾഫിലും ഇവിടെയൊക്കെ വെക്കുന്നുണ്ടല്ലേ, അത് റിജക്ട് ചെയ്ത സാധനങ്ങൾ. അതേപോലെ ഈ നമ്മളങ്ങോട്ട് പാഞ്ഞു ചെല്ലുമ്പോൾ ഇസ്ലൗഹൽ യൗമ ബിമാ കുൻതും തക്ഫുറൂൻ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. കുറ്റവാളികൾ, കൾപ്രിറ്റ്സ്. അംതാസിൽ യൗം, ഇന്നേ ദിവസം കുറ്റവാളികളെല്ലാം മാറിക്കണം. പിശാചിന്റെ ചവിട്ടടിപ്പാടുകളെ പിന്തുടർന്ന് ജീവിക്കരുതെന്ന് പറഞ്ഞ് തോന്നിയാസം കാണിച്ചിട്ട് ഇങ്ങനെ പലതും ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ച് കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ മാറണം. മറ്റൊരു സത്യവിശ്വാസികളെ വേറെ വഴിയിൽ, രണ്ട് വഴിയിൽ ഇങ്ങനെ കാണും. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ സ്വയം വരികയല്ല, കൊണ്ടുവരികയാണ്. അതായത് രണ്ടാൾ ഇവിടെ ഉള്ള അവരാണെന്ന് പറയുന്നു, അല്ല വേറെ രണ്ട് മലക്കൾ. അതായത് ഒരുത്തനെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരിക, മുന്നിൽ ഒരുത്തനും പിന്നിൽ ഒരുത്തനും. സായിഖ് എന്ന് പറഞ്ഞാൽ ഡ്രൈവർ എന്നാ, അല്ലെങ്കിൽ നയിക്കുന്നവൻ. ഷഹീദ് ഒരു സാക്ഷി. ഇയാള് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നേ എന്ന് അള്ളാഹിനടുത്ത് പറയാം. സായിഖും ഷഹീദ്. വല്ലാത്തൊരു രംഗ. അതായത് കോടതി കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കേണ്ടായി, കുറ്റവാളികളെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ കണ്ടില്ലേ, രണ്ട് പോലീസുകാർ, ഒന്ന് മുന്നിലും ഒന്ന് പിന്നിലുമായി. അത് നമുക്കിവിടെ അറിയാതെ അതെങ്ങനെ അവിടെ കൊണ്ടുപോകും. ഇങ്ങനെ ഒരു സീനിനെ കുറിച്ച് നീ മഹാ അശ്രദ്ധനായിരുന്നല്ലേ. ഇന്ന് നിന്റെ ശരിക്കും നേർക്കുകാർ പറഞ്ഞാൽ ഇന്ന് നിന്റെ കണ്ണ് ഇരുമ്പാണ് എന്ന് പറഞ്ഞാൽ അന്ന് ഇരുമ്പാണ് ഏറ്റവും മൂർച്ചയുള്ള ഒരു സംഗതി. അതുകൊണ്ട് ആ പ്രയോഗം നടത്തിയ നിന്റെ കണ്ണിന് വളരെ വലിയ മൂർച്ചയുണ്ട്. വിദൂരമായ കാര്യങ്ങളെല്ലാം നിനക്ക് കാണാൻ കഴിയും. ഇവിടെ എന്തൊക്കെ നടക്കുന്നു, ഇതൊക്കെ പണ്ട് ഞാൻ പ്രവാചകന്മാർ പറഞ്ഞു പഠിപ്പിച്ചപ്പോൾ നീ നിഷേധിച്ച് തോന്നിയാസം കാണിച്ച് നടന്നു. ഇന്ന് യൗമ ഹദീദ്, നല്ല മൂർച്ചയുള്ള കണ്ണുമായി ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ വഖാല കരീനുഹു, അവന്റെ ഒരു സഹചാരി ഉണ്ട്. കരീൻ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ, അവന്റെ കൂടെയുള്ള. അതായത് ഒരു മനുഷ്യനൊരു കരീൻ ഉണ്ടാവുന്നതാണ്. ഒന്നിൽ അത് പിശാചായിരിക്കും, അല്ലെങ്കിൽ അത് മലക്കായിരിക്കും. മലക്കുകൾ വേറെ ഉണ്ട്, ഒരുപാട് സൈസ് ഉണ്ട്. ഇത് 1, 2, 3, 4 ഒന്നും അല്ല. മുന്നോട്ട് പോക്കാണ്. മാഖിബാത്തുൻ ഐദീഹിം,
അതായത് അവരുടെ കൂടെ ഉണ്ടാവും, മുന്നിലുണ്ടാവും, പിന്നിലുണ്ടാവും. ഇങ്ങനെ ഒരുപാട് മലക്കുകളുടെ അകമ്പടിയോടുകൂടിയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വഖാല കരീനു ഹദാ മാ ലദയ്യ അതീദ്. പഠിച്ചോനെ എൻ്റെ അടുത്ത് തയ്യാറാക്കി നിർത്തിയത് യവനാണെന്ന് പറഞ്ഞിട്ട് അവിടെ പ്രസന്റ് ചെയ്യുന്നു. വേറെ ചില ഒരു വ്യാഖ്യാനമുണ്ട്, ആ റെക്കോർഡെല്ലാം പ്രസന്റായി യവനെ സംബന്ധിച്ച് എല്ലാ രേഖകളും ഇതാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രസന്റ് ചെയ്യുമെന്ന് ചില പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ പെട്ടെന്നൊരു വിചാരണയൊക്കെ കൊണ്ട് വല്ലത്തും പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ പെട്ടെന്ന് ചടുലമായ ഒരു അൽഖിയാ ഫീ ജഹന്നമ കുല്ല കഫാരിൻ അദീം, ധിക്കാരം കാണിച്ച എല്ലാ നിഷേധികളെയും പിടിച്ച് നരകത്തിലിട്ടാളുന്നു. ഉടനെ ഉടനെ നരകത്തിട്ടു എന്നുള്ളതല്ല, ഇവിടെ ബാക്കിയുള്ള ആ സീനെല്ലാം കട്ട് ചെയ്തിട്ട് ഷോർട്ടാക്കി പറയാം. മനുഷ്യ മനസ്സിനെ ശരിക്കൊന്ന് വിറപ്പിക്കാൻ വേണ്ടി ഈ സൂറത്തുൽ ഖാഫ് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കത് ബോധ്യമാണല്ലോ. അതുകൊണ്ട് വിശദാംശങ്ങളൊന്നും പറയാതെ ഇങ്ങനെ ഇവൻ അവിടെ ചെന്ന് എന്നെ ഹാജരാക്കുമ്പോൾ തന്നെ എല്ലാ ധിക്കാരിയും പിടിച്ച് നരകത്തിൽ ഇട്ടുള്ളൂ എന്ന് പറയുന്ന ഒരവസ്ഥ വരണ്ടാവും. മന്നാലിൽ ഖൈരി മുഅ്തദിം മുരീബ്, അവന് നന്മകളൊക്കെ തള്ളിക്കളഞ്ഞവനും എപ്പോഴും സംശയാലുവുമായിരുന്നു. അല്ലദീ ജഅല മഅല്ലാഹി ഇലാഹൻ ആഖറ, അവന് പടച്ചോന്റെ കൂടെ വേറെ ഒരുപാട് പടച്ചോന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവന് യഥാർത്ഥ പടച്ചോന് പകരം ചിലപ്പോൾ അവൻ പടച്ചോനാവും, ചിലപ്പോൾ അവൻ്റെ സിസ്റ്റം പടച്ചോനാവും, ചിലപ്പോൾ അവന് വേറെ ചില പടച്ചോന്മാരുണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള പടച്ചോന്മാരുടെ അടിമയായി ജീവിച്ചിട്ട് യാഥാർത്ഥ്യത്തിൽ നിന്ന് അകന്നു പോയ അവനെ പിടിച്ചിട്ട് ഫാൽഖിയാ ഫിൽ അദാബി ഷദീദ്, കഠിനമായ ശിക്ഷയിലേക്ക് എടുത്തെറിയോ. ഖാല ഖരീനു, അപ്പൊ മറ്റോൻ പറയാ, പടച്ചോനെ ഞാൻ അവനെ വഴിയേട്ടിൽ നിന്നും ആക്കിയിട്ടില്ലല്ലോ. അതായത് റബ്ബനാ മാ അത്ഗൈതഹു വലാകിൻ കാന ഫീ ളലാലിൻ ബഈദ്. ഇവിടെ ഒരു കട്ടുണ്ട്, ഇവിടെ ഒരു സീനോടെ കട്ട് ചെയ്ത് വേറെ സ്ഥലത്ത് ഖുർആനിൽ പറയുന്നുണ്ട്, പടച്ച തമ്പുരാനെ ഞാൻ വളരെ സത്യസന്ധനായി ജീവിക്കാൻ ശ്രമിച്ചിരുന്നു, അതായത് എൻ്റെ കൂടെയുള്ള എൻ്റെ സഹചാരി ഉണ്ടല്ലോ ഇവനാണ് എന്നെ വഴിയേറ്റിച്ചത് എന്ന് ഇവൻ പറയുന്ന. അപ്പൊ പറയും ഇല്ല പടച്ചോനെ ഞാൻ അവന് വഴിയേറ്റിട്ടില്ല, വലാകിൻ കാന ഫീ ളലാലിൻ ബഈദ്, അവൻ സ്വതേ തന്നെ വളരെ വഴികേടിലായിരുന്നു. അപ്പൊ അല്ലാഹ് പറയാ, പടച്ചോൻ പറയാ ലാ തഖ്തസിമു ലദയ്യ, ഉണ്ടാക്കടോ ഉണ്ടാക്കി എന്നിട്ട് എന്റെ മുന്നിൽ നിന്ന് ഇപ്പൊ തർക്കിക്കുക. ഖദ് ഖദ്ദംതു ഇലൈക്കും ബിൽ വഈദ്, ഈ വാഗ്ദാനത്തെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോ അതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ തോന്നിയാസം കാണിച്ച് ഇവിടെ വന്നിട്ട് രണ്ടുപേരും കൂടെ തർക്കിക്കേണ്ട ആവശ്യമില്ല. മാ യുബദ്ദലുൽ ഖൗലു ലദയ്യ വമാ അന ബിളല്ലാമിൻ ലിൽ അബീദ്, എന്റെ അടുത്ത് വാക്കൊന്നും മാറില്ല. ഒരു തരിമ്പും അക്രമം അവൻ പറഞ്ഞെന്ന് പറഞ്ഞ് നിന്നെ ശിക്ഷിക്കുകയോ നീ പറഞ്ഞെന്ന് പറഞ്ഞ് അവനെ ശിക്ഷിക്കുകയോ യാഥാർത്ഥ്യം അറിയാതിരിക്കണോ ഏർപ്പാടൊന്നുമില്ല. കൃത്യമായി നമുക്ക് വിവരമുണ്ട്. അതുകൊണ്ട് തർക്കിക്കാതെ മിണ്ടാതെ അവിടെ നിന്നോളി എന്ന് പറഞ്ഞ് മനുഷ്യൻ നിസ്സഹായമായി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. അതിനെ തൊട്ട് സൂക്ഷിക്കാനാണ് ഇത്ര ഗൗരവമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഇത് സൂക്ഷിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇവരുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه سبحانك لا نحصي ثناء كما أثنيت نفسه لك الحمد حتى ترضى اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوة الأحباء أوصيكم وإياي പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ് ഉദ്ദേശിക്കുന്നത്. ഹ്രസ്വമായ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇവിടേക്ക് അയച്ചിരിക്കുന്നു. ഈ യഥാർത്ഥ രക്ഷിതാവിനെ മനസ്സിലാക്കി അവനോട് സഹായം തേടി അവന് സമർപ്പിച്ചാൽ പിന്നെ ബാക്കിയുള്ളത് മുഴുവനും വിജയത്തിൻ്റെ പാതയിലാവും. അല്ല, ഈ പ്രകൃതി യാഥാർത്ഥ്യമായ ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിഷേധിച്ചാൽ അവൻ്റെ കാര്യം പോകാണ്. ഇതാണ് അടിസ്ഥാനപരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരുപാട് വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഓരോ കാലഘട്ടത്തിൻ്റെയും പ്രദേശത്തിൻ്റെയും ആവശ്യങ്ങളൊക്കെ പരിഗണിച്ച്, തലമുറകളുടെ ആവശ്യങ്ങളൊക്കെ പരിഗണിച്ച് വിവിധ രൂപത്തിൽ ലോകാവസാനം വരെ മനുഷ്യന്റെ ശാസ്ത്രം ടെക്നോളജി എത്ര ഡെവലപ്പ് ചെയ്താലും അതിന്റെ മുകളിൽ നിന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കാൻ ഈ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിഭവങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നു. അതാണ് ഖുർആന്റെ ഒരു പ്രത്യേകത. ഖുർആൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഡെവലപ്മെന്റ് ഉണ്ടായ ഒരു പ്രത്യേക ഘട്ടം ഉണ്ടെന്ന് വിചാരിക്കുക. അന്നത്തെ സയന്റിസ്റ്റുകളും ടെക്നോളജിസ്റ്റുകളും ഭയങ്കരമായ ഡെവലപ്പ് ചെയ്ത കുറേ സംഗതികൾ പറയുന്നു. അതിൻ്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് ഈ ഖുർആൻ എന്ന് പറഞ്ഞു കൊടുക്കാൻ സത്യവിശ്വാസിക്ക് സാധിക്കും വിധത്തിലാണ് ഈ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല. അത് തന്നെ ഖുർആൻ അല്ലാഹു എന്നുള്ളതാണ് ഏറ്റവും മഹത്തായ തെളിവ്. ഇത് എന്നിട്ട് അവരോട് ഇപ്പോൾ വീണ്ടും പേടിപ്പിക്കുക,
നിൽക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനടുത്ത് നരകത്തിൽ ഇടാൻ പറഞ്ഞിട്ട് യൗമ നഖൂലു ലി ജഹന്നമ, നാം നരകത്തോട് ചോദിക്കും. ഒരു പ്രത്യേക പ്രയോഗമാണ്. നരകത്തിലിട്ടിട്ട് ഹലിം തലൈതി, നിനക്ക് നിറഞ്ഞോ നരകമേ എന്ന് നാം നമ്മുടെ സൃഷ്ടിയായ നരകത്തോട് ചോദിക്കുന്ന രംഗമുണ്ടാവും. ഹൽ മിൻ മസീദ്, ഇനിയുണ്ടോ പടച്ചോനെ എന്ന് നരകം തിരിച്ചു ചോദിക്കും. ഒരു ഒരു ഭയങ്കര ചിത്രീകരണമാണ്. അതായത് ജനങ്ങളെ കുറ്റവാളികളെല്ലാം കൊണ്ട് നിർത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അൽഖിയാ ഫീ ജഹന്നമ കുല്ല കഫാരിൻ അനീദ്, എല്ലാ ദാഷ്ട്യക്കാരായ ധിക്കാരികളെയും പിടിച്ച് അതിനകത്ത് ഇട് എന്ന് പറഞ്ഞിട്ട് ഹലിം തലൈതി, നിനക്ക് നിറഞ്ഞോ നരകമേ എന്ന് ചോദിക്കുമ്പോൾ ഹൽ മിൻ മസീദ്, ഇനിയുണ്ടോ എന്ന് നരകം ചോദിക്കുന്ന, എന്ന് വെച്ചാൽ കുറ്റവാളികളെ ഇഷ്ടം പോലെ ഇടാനുള്ള സംവിധാനവും സൗകര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അതിനെക്കുറിച്ച് ആരും ബേജാറാവേണ്ട. എല്ലാ കുറ്റവാളികൾക്കും ശിക്ഷ കൊടുക്കാനുള്ള കഴിവും അതിനുള്ള വ്യാപ്തിയും സ്ഥലവും സംവിധാനവും ഒക്കെ നാം ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് പിന്നെ ഉടനെ തന്നെ ആശ്വസിപ്പിക്കുക. മനുഷ്യനെ അങ്ങനെ പറഞ്ഞിട്ട് പേടിപ്പിച്ച് നിരാശനാക്കണ പണിയൊന്നും അല്ലാക്കില്ല. ഏത് മഹാകുറ്റവാളിക്കും ജീവിച്ചിരിക്കുമ്പോൾ തൗബ ചെയ്ത് രക്ഷപ്പെടാനുള്ള ചാൻസ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. തൊണ്ടക്കുഴി റൂഹെത്തുന്നത് വരെ, അതുവരെ തൗബ ചെയ്താൽ പിന്നെ കാത്തിരിക്കാമെന്ന് വിചാരിക്കാൻ വേണ്ടിയല്ല. അതായത് എപ്പോഴാണ് തൊണ്ടക്കുഴി റൂഹെത്തണമെന്ന് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തൗബ കിട്ടുന്ന ചാൻസ് തന്നെ ചെയ്താൽ. അതായത് ഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ്, സ്വർഗത്തെ എടുത്ത് അങ്ങോട്ട് കൊണ്ടുവരിക. അതൊക്കെ ഒരു ഭയങ്കര പ്രശ്നമാണ്. അതായത് മഹ്ശറയിൽ സ്വർഗത്തെ എടുത്ത് അങ്ങോട്ട് കൊണ്ടുവരുന്ന പറയാം, മഹ്ശറയിൽ കൊള്ളൂല. മഹ്ശറയുടെ വ്യാപ്തി സ്വർഗത്തിന്റെ വ്യാപ്തിയും ഹദീസിൽ പറഞ്ഞതനുസരിച്ച് മഹ്ശറയില്ല. പക്ഷേ സ്വർഗത്തിന്റെ ആ സീനോട് ഓപ്പൺ ചെയ്യും. ഇതൊക്കെ അവന്റെ കണ്ണുകൊണ്ടാ കാണുക. ബസറത്തുൽ യൗമ ഹദീദ് എന്ന് പറഞ്ഞില്ലേ, കണ്ണ് ഷാർപ്പ് ആയിരിക്കും. അപ്പോൾ അവൻ സ്വർഗത്തെ വളരെ ഗൈറ ബഈദ്, അധികം ദൂരമില്ലാതെ അവൻ സ്വർഗത്തെ ദർശിക്കും. എന്നിട്ട് അവരോട് പറയാം ഹദാ മാ തുഅദൂന ലികുല്ലി അവാബിൻ ഹഫീദ്, അതായത് വളരെ സൂക്ഷ്മതയോടെ തൗബ ചെയ്ത് അവ്വാബ് മടങ്ങി ഇസ്തിഗ്ഫാറും തൗബയും ചെയ്ത് ജീവിച്ച ആളുകൾക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗ്ഗം ഇതാണ്, നിങ്ങൾ ആ നരകം കണ്ട് പേടിക്കേണ്ടയില്ല, ദാ സ്വർഗം ഇതാണ് എന്ന് പറഞ്ഞ് സത്യവിശ്വാസികൾക്ക് സ്വർഗം കാണിച്ചു കൊടുക്കും. അവരെ കുറിച്ച് ഒന്നുകൂടി പറയും, മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ്, അവർ അള്ളാഹുവിനെ കാണാതെ തന്നെ ഭയന്നിരുന്ന ആളുകളായിരുന്നു. വജാഅ ബിഖൽബിൻ മുനീബ്, എപ്പോഴും മടങ്ങുന്ന മനസ്സുമായി, ധിക്കാരമില്ലാത്ത മനസ്സുമായി. തെറ്റ് വന്നാൽ ഉടനെ തന്നെ അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ, പടച്ചോനെ തെറ്റ് പറ്റിപ്പോയി സഹായിക്കണം, നീ അല്ലാതെ വേറെ ആരുമില്ല തമ്പുരാനെ, ആരും അറിഞ്ഞിട്ടില്ല, പക്ഷെ നിനക്കറിയും, നീ മാത്രമാണ് അറിയുന്നത്, അതുകൊണ്ട് എന്നെ നീ പിടിക്കല്ലേ തമ്പുരാനെ, എന്നെ നീ രക്ഷിക്കണേ. അപ്പോ യുബദ്ദിലുല്ലാഹു സയ്യാത്തിഹിം ഹസനാത്തിൻ, അവന്റെ സയ്യാത്തെല്ലാം ഹസനാത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറി. യുകഫിറു അൻഹും സയ്യാത്തിഹിം, അവന്റെ സയ്യാത്തെല്ലാം എല്ലാം മൂടിക്കളയും. അതുപോലെ തന്നെ യഗ്ഫിറു ദുനൂബ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൻബെല്ലാം മാറ്റിക്കളയും. അപ്പോൾ ഓരോ മനുഷ്യനും ആരും നിരാശപ്പെട്ടു പോകേണ്ടത് ശക്തമായ സൂറത്തുൽ ഖാഫിൽ ആദ്യം ഇടിച്ച് കയറ്റുന്ന, തുളച്ചു കയറുന്ന തരത്തിൽ ഭാഷയിൽ നരകത്തെയും ശിക്ഷയും കുറിച്ച് പറഞ്ഞ പടച്ചോൻ അതേ നല്ല ശക്തിയിൽ ആനന്ദമുണ്ടാവാൻ വേണ്ടി ഉസ്ലിഫത്തിൽ ജന്നത്ത് ബിൽ മുത്തഖീന ഗൈറ ബഈദ്, അതേ ടൂണിൽ തന്നെ, അതേ താളലയക്രമത്തിൽ, ഒട്ടും വ്യത്യാസമില്ലാതെ ഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ് ഹദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ് മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബി വജാഅ ബിഖൽബിൻ മുനീബ് ഉദ്ഖുലുഹാ ബിസലാം ദാലിക യൗമുൽ ഖുലൂദ്. കേട്ടാൽ തന്നെ കടന്നു പോകും. ഉദ്ഖുലുഹാ ബിസലാം, ശാന്തമായി കടന്നു വരൂ, ശാന്തമായി. അത് നേരിട്ട് വിളിക്കുകയാണ്. ഈ ആയത്ത് ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ താളലയക്രമത്തിലൂടെ നമ്മുടെ മനസ്സ് സഞ്ചരിക്കുകയാണെങ്കിൽ അല്ലാഹു തആല നമ്മൾ അടുത്ത് നിന്ന് വിളിക്കുന്നതായിട്ട് മനസ്സിലാവും. ഉദ്ഖുലുഹാ ബിസലാം ദാലിക യൗമുൽ ഖുലൂദ്, നിത്യതയുടെ, നിത്യശാന്തിയുടെ, നിത്യതയുടെ ദിവസമാണത്, നീ ഭയക്കേണ്ടതില്ല, അത് നിത്യതയുടെ ദിവസമാണ് എന്ന് പറയാം. അതായത് ദാലിക യൗമുൽ ഖുലൂദ് ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്, അവർക്ക് അവരാഗ്രഹിക്കുന്നതെല്ലാം അവിടെ കിട്ടും, നമ്മുടെ അടുത്ത് കൂടുതലുണ്ടാവും. അതായത് ആണിന് പെണ്ണ്, പെണ്ണിന് ആണ്. ഇപ്പോൾ ഹൂറികളെ കുറിച്ച് പറയുമ്പോൾ സഹോദരിമാർക്ക് ഭയങ്കര സംശയമാണ് പലപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ. ഈ ഹൂറികളെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്, പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നില്ല. ഒരാണിന് 2 പെണ്ണ്, 4 പെണ്ണ്, 5 ഹൂറികളൊക്കെ പറയുന്നു. ഒരു പെണ്ണിനെന്താ 2 ആണിനെയോ 3 ആണിനെയോ കൊടുക്കുന്നതിനെ കുറിച്ച് പറയാത്തതെന്നൊക്കെ പലപ്പോഴും ക്ലാസ്സുകളിൽ സംശയം ചോദിക്കാതെ. വേണമെങ്കിൽ തരാമെന്നാണ് അല്ലാഹു തആല പറയുന്നത്. അതായത് ലഹും മാ യശാഊൻ, അവരെന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് അവർക്ക് വേണ്ടിയത്, അതെല്ലാം തരാമെന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നു. ഫിഹാ, നമ്മൾ വലദൈനാ മസീദ്, ഇനി കൂടുതൽ വേണമെങ്കിൽ അത് നമ്മുടെ കൈവശം ഉണ്ട് കേട്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഒരു സംശയത്തിന്റെയും അവകാശമില്ലാതെ ആഗ്രഹിക്കുന്നതും ചോദിക്കുന്നതും ഒക്കെ തരാനുള്ള വിഭവങ്ങൾ കൈവശമുള്ള രാജതമ്പുരാനായ സംരക്ഷകനാണ് നിങ്ങളെ ഇവിടെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതെല്ലാം പറഞ്ഞിട്ടും ഖബലഹും മിൻ ഖർനിൻ
ഹും അശദ്ദു മിൻഹും ബത്ഷ ഫഅഖബൂ ഫിൽ ബിലാദ് ഹൽ മിൻ മഹീസ്. അതായത് എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് എത്ര തലമുറകളാണ് ഇതൊന്നും മനസ്സിലാക്കാതെ ധിക്കാരത്തിൽ അമർന്ന് ഈ ഭൂമുഖത്ത് ജീവിച്ചത്. അവരെല്ലാം നാം നശിപ്പിക്കാൻ പിടിച്ചപ്പോൾ അവർ ഭൂമിയിലാകെ ഓടി നടന്ന ഒരു അഭയത്തിന് ഹൽ മിൻ മഹീസ്, എന്തെങ്കിലും ഒരു അഭയം അവർക്ക് കിട്ടിയോ? അവർ ഈ ഭൂമിയുടെ വയറ്റിലേക്ക് ആഴ്ന്നു പോയി. അത് കണ്ട് നിങ്ങളൊന്ന് പഠിക്കണം എന്ന് പറയും. ഇന്ന ഫീ ദാലിക ലദിക്റാ ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖസ്സമ വഹുവ ഷഹീദ്. ഈ കഴിഞ്ഞ തലമുറകൾ അധപ്പതനത്തിന്റെ ആഴക്കടൽ താണ്ടിപ്പോയ ധിക്കാരികളായ മനുഷ്യരുടെ കഥ കഴിഞ്ഞ തലമുറകളിൽ ഒരുപാട് സംഭവിച്ചത് ഖുർആനിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിങ്ങൾക്കൊരു പാഠമുണ്ടാവണം. ആരെങ്കിലും ശ്രദ്ധിച്ച് കേൾക്കാൻ തയ്യാറുണ്ടെങ്കിൽ, അല്ല ഹൃദയ സാന്നിധ്യത്തോടെ ഇത് ശ്രദ്ധിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അവന് തീർച്ചയായും ഒരു പാഠമുണ്ട്. ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയ പ്രതാപങ്ങളുടെ ഒരുപാട് കഥകൾ ഈ ഭൂമിക്ക് നമ്മളോട് പറഞ്ഞു തരാനുണ്ട്. വമ്പന്മാരും കൊമ്പന്മാരും കൊലകൊമ്പന്മാരും ഈ ഭൂമിയുടെ വയറ്റിൽ കിടക്കുന്നുണ്ട്. അവരുടെ കഥകൾ നിങ്ങൾക്ക് പാഠമാവണം. അത് പാഠമാക്കിക്കൊണ്ട് സത്യവിശ്വാസത്തിന്റെ വീതിയിൽ വിജയത്തിലേക്ക് വരിക സത്യവിശ്വാസികളെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വളരെ സ്നേഹപൂർവ്വം വിളിക്കുന്നു. അങ്ങനെ സത്യവിശ്വാസത്തിന്റെ ആ വീതിയിലൂടെ നടന്ന് വിജയത്തിന്റെ ഉന്നത സോപാനത്തിൽ ഫിർദൗസിലെത്തുന്ന ഉത്തമ സത്യവിശ്വാസികളിൽ മുത്തഖികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على أبو بكر وعمر وعثمان وعلي بقية أصحاب رسول الله أجمعين. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഭാര്യ സന്താനങ്ങൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസികൾക്കും ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും വൻപാപങ്ങളും ചെറുപാപങ്ങളും ഒക്കെ നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. നാഥ, ഞങ്ങളുടെ എല്ലാ ജീവിത പ്രവർത്തനവും നിന്റെ ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മുന്നേ നിന്നെത്തിയ ആളുകളുടെ കബറിടങ്ങളെ നീ സ്വർഗ പൂങ്കാവനങ്ങളുള്ള പൂങ്കാവനങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. നാഥ, ഖുർആൻ ശരിയായ നിലയിൽ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. പറഞ്ഞതും മനസ്സിലാക്കിയതും കേട്ടതുമായ കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള തൻ്റെ ഇടവും ശക്തിയും ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. പൈശാചിക ദൗർബോധനം ഞങ്ങളുടെ മനസ്സിനെ നീ മോചിപ്പിച്ച് നിർത്തണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റണേ തമ്പുരാനെ. രോഗികളായി കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ രോഗങ്ങളെല്ലാം നീ ശിവായി കൊടുക്കണേ തമ്പുരാനെ. അത് അവരുടെ വേണ്ടപ്പെട്ടവർക്ക് ആശ്വാസവും സമാധാനവും തരണേ തമ്പുരാനെ. അതുപോലെ പലതരം ആവശ്യങ്ങളുമായിട്ട് ദ്വാരക്കാൻ വസിയത്ത് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ എല്ലാ ഹലാലായ ആവശ്യങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. പ്രയാസങ്ങൾ മാറ്റി ആശ്വാസം കൊടുക്കണേ തമ്പുരാനെ. കടവും സാമ്പത്തിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം നീ മാറ്റിത്തരണേ തമ്പുരാനെ. അഭിമാനമുള്ള ജീവിതം തരണേ തമ്പുരാനെ. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവസാനം നിന്റെ അടുത്ത് സക്രാത്തുൽ മൗത്തിന്റെ വേദന ഇല്ലാതെ ആശ്വാസത്തിൽ കടന്നു വരാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ആശ്വാസത്തിൽ നിന്നിലേക്ക് കടന്നു വരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കബറിടങ്ങളെല്ലാം പ്രകാശപൂരിതങ്ങളാക്കണേ തമ്പുരാനെ. നരകാശത്തിൽ ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. സ്വർഗത്തിൽ ഫിർദൗസിൽ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് ഉത്തരം നൽകണേ തമ്പുരാനെ. എപ്പോഴും പ്രാർത്ഥന നിരതമായ ഒരു ജീവിതത്തിനുള്ള തൗഫീഖ് നൽകണേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم اعز الاسلام والمسلمين. اللهم اعز الاسلام والمسلمين. اللهم اعز الاسلام والمسلمين. اللهم انصر اعمال المجاهدين في كل اماكن الارض يا ارحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. واخر دعوانا الحمد لله رب العالمين.